പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ പ്രസക്തമായ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഒന്നാമതായിട്ട് നസ്രത്ത് എന്ന പട്ടണത്തെക്കുറിച്ച്, രണ്ടാമതായിട്ട് ഈശോയുടെ സന്ദേശം. രണ്ടിനെയും ചേർത്ത് വയ്ക്കുന്നത് പ്രത്യാശയാണ്. നസ്രത്ത് എന്ന ഈ പട്ടണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ തന്നെ പ്രത്യാശയുടെ ഈറ്റില്ലമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ സ്ഥലമായ ഈ നസ്രത്തിൽ വെച്ചാണ് മംഗളവാർത്ത സ്വീകരിക്കുന്നത്. ലോകത്തിലേക്കുള്ള രക്ഷയുടെ കവാടമായ ഈശോയുടെ വരവിനെ പ്രത്യാശയോടെ ഉൾക്കൊള്ളുന്ന സ്ഥലം. രണ്ടാമതായിട്ട് വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഈശോയും അടങ്ങുന്ന ആ കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതിനു ശേഷം പുതിയ ജീവിതം ആരംഭിക്കുന്നത് പ്രത്യാശയുടെ, പുതുതായിട്ട് തുടങ്ങുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം ആരംഭിക്കുന്നത് നസ്രത്തിലാണ്. മൂന്നാമതായിട്ട് ഈശോ തൻ്റെ ദൗത്യം ആത്മാവിനാൽ നിറഞ്ഞ് സിനഗോഗിൽ വന്നു തുടങ്ങുന്നതാണ് നമ്മൾ ഇന്ന് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി ഈശോയുടെ സന്ദേശത്തെക്കുറിച്ച്, അത് പ്രത്യാശയുടെ സന്ദേശമാണ്. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ പ്രത്യാശയുടെ സന്ദേശം ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോയുടെ ദൗത്യം ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നുള്ളതാണ്. ദരിദ്രർ എന്ന് പറയുന്നത് വചനം ലഭിക്കാതെ, വചനം വറ്റി വരണ്ടുപോയ ഊഷരഭൂമി പോലെയുള്ള ഹൃദയമുള്ള ഇടങ്ങളിലേക്ക് വചനത്തിൻ്റെ നീർച്ചാൽ ഒഴുക്കുവാനായിട്ട് യേശുനാഥൻ പ്രത്യാശയോടെ കടന്നു വരുന്നു. ഇതാണ് ആദ്യത്തെ വലിയ പ്രത്യാശ. രണ്ടാമതായിട്ട് ബന്ധിതർക്ക് മോചനം. ഈ ലോകത്തിലെ ഭൗതികതയും ജഡികതയും ഉള്ള ആധുനിക സംസ്കാരത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന എല്ലാവരെയും മോചിപ്പിക്കാനായിട്ട് വചനത്തിൻ്റെ അഭിഷേകം നൽകുവാനായിട്ട് യേശുനാഥൻ പ്രത്യാശയോടെ കടന്നു വരുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ബാഹ്യവും ആന്തരികവുമായ ഒരു സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെടൽ അത് സാമൂഹികമാവാം, മറ്റു വ്യക്തികളിൽ നിന്നാവാം, മറ്റു സിസ്റ്റത്തിൽ നിന്നാവാം. അവയിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് ഈശോയുടെ വലിയ സന്ദേശം, അവിടുത്തെ വചനം വിതയ്ക്കുവാനായിട്ട് പ്രത്യാശയോടെ കടന്നു വരുന്ന ഈശോ വീണ്ടും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവിന് സ്വീകാര്യമായ വത്സരമൊരുക്കുവാനായിട്ട് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സ്വീകാര്യമായ വത്സരം അതെന്താണ് എന്ന്, അത് പ്രത്യാശയുടെ വത്സരമാണ്. അതാണ് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും തീർത്തുകൊണ്ട് പുതിയ ജനമായിട്ട് പുതുതായിട്ട് തുടങ്ങുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. ഈശോയുടെ വചനം അത് പ്രത്യാശയുടെ വചനമാണ്. ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഉൾക്കാഴ്ച കൊടുത്തുകൊണ്ടാണ് പ്രത്യാശ നൽകുന്നത്. വചനം പ്രത്യാശയുടേത്, അത് കാഴ്ചയ്ക്കപ്പുറം ദർശനമുള്ളവരായി തീരുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ബന്ധനത്തിൽ നിന്നുള്ള മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വത്സരം, അത് ദൈവത്തിന് തന്നെ മനുഷ്യരെക്കുറിച്ചുള്ള പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. ഈശോ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്കും ഈശോയോട് ചേർന്ന് ആ ദൗത്യത്തിൽ പങ്കുചേരാം. കണ്ടുമുട്ടുന്നവർക്ക്, ചുറ്റിനുമുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ട്, പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് ഈ വചനഭാഗം നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ.